ഹലോ മക്കൾസ്, മൈക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ മാർക്കുള്ള, അതായത് 4 മാർക്കിൽ കൂടുതലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചില്ലായിരുന്നു. എന്നാ പിടിച്ചു, അതുമായിട്ടാണ് ഞാൻ വന്നേക്കണേ. ഏതാ? ചേഞ്ചസ് ഇൻ ദ ബജറ്റ് സെറ്റ്. 2 രീതിയിൽ നമ്മുടെ ബജറ്റ് സെറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഒന്ന് കൺസ്യൂമറിന്റെ ഇൻകത്തിലൂടെയും, അത് മാത്രമല്ല ഗുഡ്സിന്റെ പ്രൈസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ. 2 ഗുഡ്സ് ഉണ്ട്, ഗുഡ് 1 ആയിക്കോട്ടെ ഗുഡ് 2 ആയിക്കോട്ടെ, അതിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബജറ്റ് സെറ്റിൽ ചേഞ്ച് വരുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ട ഗുഡ്സിന്റെ ഗുഡ് 1ന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഗുഡ് 1ന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കാതെ, അതാണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. നോക്കിക്കോ, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ബജറ്റ് ലൈൻ അവിടെ ഉള്ളിലേക്ക് നീങ്ങും. അതുപോലെ പ്രൈസ് ഡിക്രീസ് ചെയ്താലോ, അതായത് പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നല്ലേ പറയാ, അതുകൊണ്ട് അതിന്റെ ഡിമാൻഡ് വെറുതെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ബജറ്റ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗുഡ് 2ന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഗുഡ് 2ന്റെ പറയുമ്പോൾ വൈ ആക്സിസിലാണ് അതിന്റെ ചേഞ്ച് മെഷർ ചെയ്യേണ്ടത്. ഗുഡ് 2ലെ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ അതിന് ഡിമാൻഡ്, അതായത് ബജറ്റ് സെറ്റ് താഴത്തേക്ക് പോകും, അതാണ് ഒരു ഡൗൺവേർഡ് കാണിച്ചിരിക്കുന്നത്. ഇനി അത് പ്രൈസ് ഡിക്രീസ് ചെയ്താൽ, പ്രൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ബജറ്റ് സെറ്റിന്റെ ആ ഒരു കോൺസെപ്റ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫ് അടക്കം കൃത്യമായിട്ട് എന്റെ മൂവ്മെന്റും ചേഞ്ച് ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.